ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് എന്താ ഫീൽ ചെയ്യണേ? കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, എന്തോ ഒരു കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഫീൽ വന്നില്ലേ? ഓക്കെ, ഓരോ കോശങ്ങൾ പുതിയൊരു കുഞ്ഞായിട്ട് മാറുന്നു. യെസ്, അതുതന്നെയാണ് ഈ ചാപ്റ്റർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ 7, 6, 5 ക്ലാസ്സുകളിലൊക്കെ എൻ്റെ മക്കൾ ഈ ഒരു പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഓർക്കുന്നുണ്ടോ? പല ടൈപ്പ് ഓഫ് പ്രത്യുൽപാദനം ഉണ്ട്. പരാഗണത്തെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, പ്രത്യുൽപാദന രീതികളെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. യെസ്, അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് പൂർത്തിയാക്കി വന്നാലോ? യെസ്, ലെറ്റ്സ് ഗോ. ആദ്യത്തെ പ്രത്യുൽപാദന രീതി, ഇലകൾ മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഉദാഹരണം ഇലമുളച്ചി, സർപ്പപ്പോള, കലാഞ്ചിയ. ഇത്തരം ചെടികളിലൊക്കെ ഇലകൾ മുളച്ചാണ് സസ്യങ്ങൾ ഉണ്ടാവുക. രണ്ടാമത് വേരിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. അത് കറിവേപ്പില, ശീമപ്ലാവ്, പെരിയല. കാണ്ഡത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് റോസ്, ചെമ്പരത്തി, കരിമ്പ്. അനുകൂല സാഹചര്യങ്ങളിൽ കോശം വിഭജിച്ച് 2 ജീവികളായി മാറുന്നു. അതിനെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ദ്വിവിഭജനം എന്ന് പറയും. ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലീന ഇത്തരത്തിലുള്ള ഏകകോശ ജീവികളൊക്കെ ജസ്റ്റ് ആ കോശങ്ങൾ വിഭജിച്ചാൽ എന്താ സംഭവിക്കുക? പുതിയ ജീവിയായിട്ട് മാറും. ഓക്കെ, നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റ അതിലുള്ള ആൾക്കാരല്ലേ അമീബ, പാരമീസിയം, യുഗ്ലീന, ഏകകോശമാണ്. അപ്പോൾ അനുകൂല സാഹചര്യം കിട്ടിയാൽ അവർ കോശം വിഭജിച്ച് 2 ജീവികളായിട്ട് മാറും. ദ്വിവിഭജനം എന്ന് പറയും കേട്ടോ. പിന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്ലാസ്മോഡിയം പോലെയുള്ള ജീവികൾ, പ്ലാസ്മോഡിയം നമ്മളുടെ ആരാണ്? മലേറിയ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ പ്ലാസ്മോഡിയം. അപ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ പ്ലാസ്മോഡിയം പോലെയുള്ള ജീവികളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം രൂപപ്പെടുകയും കോശദ്രവ്യവും മർമ്മവസ്തുക്കളും പലതായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യം അനുകൂലമാവുമ്പോൾ കോശത്തിൻ്റെ ബാഹ്യ ആവരണം പൊട്ടി അനേകം സൂക്ഷ്മ കോശങ്ങൾ പുറത്തു വരികയും അവയോരോന്നും പുതിയ ജീവികളായിട്ട് മാറുകയും ചെയ്യും. ബഹുഭംഗം എന്നാണ് അതിന് നമ്മൾ പറയുക. പ്ലാസ്മോഡിയം, അമീബ ഒക്കെ. അമീബ അനുകൂല സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് വിഭജിച്ചിട്ട് 2 ജീവിയായി മാറും. പ്രതികൂല സാഹചര്യമാണെങ്കിൽ അത് ആദ്യം പുറത്തൊരു കട്ടിയുള്ളൊരു ആവരണം ഉണ്ടാക്കും. എന്നിട്ട് ആ ആവരണത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ബോക്സ് പോലെ, ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതിങ്ങനെ കോശദ്രവ്യവും മർമ്മവും ഒക്കെ വിഭജിച്ച് കുഞ്ഞു 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 കോശങ്ങളായിട്ട് മാറും. എന്നിട്ട് സാഹചര്യം ഓക്കെ ആയി, സിറ്റുവേഷൻ ഓക്കെ ആണെന്ന് മനസ്സിലായാൽ ഇവരത് പൊട്ടിയിട്ട് പുറത്ത് വരും. ഓക്കെ, എന്നിട്ട് ആ ഓരോ സൂക്ഷ്മ കോശങ്ങൾ, കുഞ്ഞു കുഞ്ഞു കോശങ്ങളായിരിക്കും, അത് ഓരോ പുതിയതായിട്ട് മാറുകയും ചെയ്യും. പിന്നെയുള്ളത് ശരീരഭാഗങ്ങൾ മുറിഞ്ഞ് വേർപ്പെടുമ്പോൾ ഓരോ ഭാഗവും പുതിയ ജീവിയായിട്ട് മാറും. പുനരുൽപ്പത്തി എന്ന് പറയും. അത് പ്ലനേറിയ, ഹൈഡ്ര, നക്ഷത്ര, മത്സ്യം ഇവരൊക്കെ ഈ പുനരുൽപ്പത്തി ഉള്ളവരാണ്. അതായത് ശരീരത്തിൻ്റെ ഇപ്പോൾ നമ്മളൊരു 3ആയിട്ട് കട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോൾ അത് 3 കോശമായിട്ട് മാറും. അങ്ങനെ പിന്നെ ശരീരത്തിൽ രൂപപ്പെടുന്ന മുഴകൾ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ ജീവി ഉണ്ടാവുന്നു. ഹൈഡ്ര, ഈസ്റ്റ്, ജെല്ലിഫിഷ് ഇവർക്കൊക്കെ അങ്ങനെയാണ്. അതിനെ നമ്മൾ മുകുളനം എന്ന് പറയും. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട്, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ജീവികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൂക്ഷ്മ കോശങ്ങളായ രേണുക്കൾ മുളച്ച് പുതിയ ജീവി ഉണ്ടാവും. അതെന്താണ്? റൈസോപ്പസ്, കൂൺ, പന്നൽ ചെടികൾ പോലെയുള്ള ചെടികളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ജീവികളിൽ രേണുക്കൾ മുളച്ചിട്ട് പുതിയ ജീവി ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ജീവി അതിൻ്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ഇങ്ങനെയാണ് ജീവൻ്റെ തുടർച്ച നമ്മൾ ഉറപ്പാക്കുന്നത്. ഓക്കെ, ഓൾ ക്ലിയർ? എന്ത് മനസ്സിലായി ഈ ടേബിളൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ? പല ടൈപ്പിൽ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? പ്രത്യുൽപാദനം, അതായത് പുതിയ ഒരു ജനറേഷൻ, തലമുറ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രത്യുൽപാദനം എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ജീവിവർഗത്തിൻ്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ആണല്ലോ, ഒരു ജീവിവർഗത്തിൻ്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം.
അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു 8 പ്രത്യുൽപാദന രീതികളിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തോ? എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ? അവിടെ പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വന്നോ? ഇല്ലല്ലോ. ഒരൊറ്റ സസ്യം, ഒരു സസ്യത്തിൻ്റെ കാണ്ഡത്തിൽ നിന്ന്, ഒരു സസ്യത്തിൻ്റെ ഇലയിൽ നിന്ന്, അങ്ങനെ ഒരു സസ്യത്തിൻ്റെ വേരിൽ നിന്ന്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്, അവിടെ പറഞ്ഞത്? യെസ്. അപ്പോൾ ഒരു മാതൃപിതൃ സസ്യം, അതല്ലെങ്കിൽ ഒരൊറ്റ സസ്യം, ഒരു മാതൃസസ്യത്തിൽ നിന്നും അതേപോലെയുള്ള പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള പ്രത്യുൽപാദനത്തിന് നമ്മൾ എന്ത് പറയും? യെസ്, അലൈംഗിക പ്രത്യുൽപാദനം. അവിടെ ബീജസങ്കലനം എന്ന് പറയുന്നൊരു പരിപാടിയേ നടന്നിട്ടില്ല. ആൺ പെൺ വ്യത്യാസമേ ഇല്ല. ഒരു മാതൃസസ്യത്തിൽ നിന്ന് ഒരൊറ്റ സസ്യം, മാതാവോ പിതാവോ അങ്ങനെ ഡിസ്റ്റിങ്ഷനൊന്നുമില്ല. ഒരു മാതൃസസ്യത്തിൽ നിന്ന് അതേപോലെയുള്ള പുതിയ സസ്യങ്ങളുണ്ടായി. അതാണ് അലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്താണ്? യെസ്, അതാണ് നമ്മളിവിടെ കൂടുതൽ നോക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം അപ്പം എന്താവും മക്കളെ? അവിടെ 2 ബീജങ്ങളുടെ, ആൺ പെൺ ബീജങ്ങളുടെ സങ്കലനം നടക്കണം. പുംബീജത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും എന്ത് നടക്കണം? ഓക്കെ, സങ്കലനം നടക്കണം. നമുക്കത് നോക്കിയാലോ. ഇതെന്താണ്? പൂവ്. അപ്പോൾ എൻ്റെ മക്കൾ വീട്ടിൽ, നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ചെടികൾ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു പൂവ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും, അതായത് സ്ത്രീ ലൈംഗിക അവയവവും പുരുഷ ലൈംഗിക അവയവവും ഒന്ന് നോട്ട് ചെയ്യണേ. ഏറ്റവും ബെറ്റർ നമ്മളുടെ ഹിബിസ്കസ്, ചെമ്പരത്തി കിട്ടിയ അത്രയും നല്ലത്. കാരണം എന്താ, ചെമ്പരത്തി വളരെ കോമൺ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ആ ചെമ്പരത്തിൻ്റെ പൂവെടുക്കുക, ഒരു ബ്ലേഡോ അല്ലെങ്കിൽ അങ്ങനെ നല്ല മൂർച്ചയുള്ളൊരു സംഭവം കൊണ്ട് അതിന് ഒന്ന് നടുക്ക് ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് നോക്കുക. ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നോക്കണേ, മിസ്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കൈയൊന്നും മുറിക്കരുത്. അപ്പോൾ എന്നിട്ടത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സ്ട്രക്ചറൊക്കെ അവിടെ കാണാം. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പരാഗണ സ്ഥലം. പിന്നെ കേസരമുണ്ട്. കേസരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. കേസരത്തിൽ ആ മുകളിൽ കാണുന്ന ആ മഞ്ഞ പൂമ്പൊടിയൊക്കെ ഉള്ള സംഭവത്തിന് നമ്മൾ പരാഗി എന്നാണ് പറയാം. ഓക്കെ, ചെമ്പരത്തിൻ്റെ പൂവെടുത്താൽ നമ്മൾക്ക് കയ്യിലൊരു മഞ്ഞപ്പൊടി പറ്റുമല്ലോ, അതാണല്ലോ അതിൻ്റെ പൂമ്പൊടി. അതൊക്കെ എൻ്റെ മക്കൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് പരാഗി. പിന്നെ അണ്ഡാശയമുണ്ട്, വിതളമുണ്ട്. ദളങ്ങളാണ് ആ റെഡ് കളറിൽ കാണുന്നത്. അതിൻ്റെ താഴെയുള്ള കാലിക്സ് എന്ന് പറയും, വിതളം. ഓക്കെ, അത്രയും സ്ട്രക്ചറൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനേ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്ത്രീ ലൈംഗിക അവയവവും പുരുഷ ലൈംഗിക അവയവവും ഉണ്ട്. എല്ലാ പൂക്കളിലും ചിലപ്പോൾ സ്ത്രീ ലൈംഗിക അവയവവും പുരുഷ ലൈംഗിക അവയവവും ഒരുമിച്ച് കാണണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ചെമ്പരത്തിയിൽ രണ്ടും ഒരുമിച്ചാണ്. പക്ഷേ ചില പപ്പായ അല്ലെങ്കിൽ നമ്മുടെ മത്തൻ അങ്ങനത്തെ പൂക്കളൊക്കെ ഇല്ലേ, അതിലൊന്നും ഇവർ ഒരുമിച്ചാവില്ല. ഒരു പൂവ് ആൺപൂവാണെങ്കിൽ മറ്റത് പെൺപൂവായിരിക്കും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്ത്രീ ലൈംഗിക അവയവത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? പരാഗണ സ്ഥലമുണ്ട്, ജനിതണ്ടുണ്ട്, അണ്ഡാശയമുണ്ട്. സ്ത്രീ ലൈംഗിക അവയവത്തിൻ്റെ പേരെന്താണ്? ജനി. ജനിക്ക് 3 സെക്ഷൻസ് ഉണ്ട്: പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം. ഇനി പുരുഷ ലൈംഗിക അവയവം എന്താണ്? കേസരം. കേസരത്തിൻ്റെ മുകൾ ഭാഗത്തിന് നമ്മൾ പറയും പരാഗി. പരാഗിയിലാണ് പരാഗരേണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ ആ നീണ്ടൊരു ഫിലമെൻറ്റ് പോലെയുള്ള സംഭവത്തിന് നമ്മൾ പറയും തന്തുകം. ഈ തന്തുകമാണ് അതിനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ പരാഗിയിലാണ് ഇപ്പോൾ നമ്മുടെ പൂമ്പൊടി ഉള്ളത്. ഇനി പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണല്ലോ പുംബീജം ഉള്ളത്. അതിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. പരാഗിയിൽ ഉള്ള പരാഗരേണുക്കളിൽ നിന്നാണ് പുംബീജം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പരാഗരേണുക്കൾ ഈ പരാഗിയിൽ നിന്നാൽ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അതെവിടെ എത്തണം? പരാഗണ സ്ഥലത്തെത്തണം. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ പൂമ്പൊടി ഇവിടെ എത്തിയാലേ നമുക്ക് ആവശ്യമുള്ള ബീജസങ്കലനമൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എത്തും? ഇതിനങ്ങനെ മൂവ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ മൂവ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിനെ കൊണ്ടു കൊടുക്കണം, അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു
പ്രക്രിയനെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചാലോ? നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പരാഗണം കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പരാഗണം എന്താണെന്ന് നോക്കിയാലോ? പോളിനേഷൻ എന്ന് പറയും. അപ്പോൾ പൂക്കളിലെ പുരുഷ ലൈംഗികാവയവമാണ് കേസരം. കേസരത്തിലെ പരാഗിയിൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നുണ്ട്. സ്ത്രീ ലൈംഗികാവയവമായ ജനിയുടെ പരാഗണ സ്ഥലത്ത് ഈ പരാഗരേണുക്കൾ പതിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ പരാഗരേണുക്കൾക്ക് അങ്ങനെ ചലിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഇവരെ ആ പരാഗണ സ്ഥലത്ത് കൊണ്ടെത്തിക്കണ്ടേ. ഇപ്പോൾ ചെമ്പരത്തി അങ്ങനെ ഈ കേസരവും ജനിയും ഒരു പൂവിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ പോകാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഒരു കാറ്റടിച്ചാലൊക്കെ ചിലപ്പോൾ പോവും. പക്ഷേ രണ്ടും രണ്ട് പൂക്കളിലൊക്കെ ആവുന്ന സമയത്ത് അതിനെ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ആൾക്കാർ വേണം. ഓക്കെ, ഈ പരാഗണത്തെ സഹായിക്കാൻ ആൾ വേണ്ടേ? അതിൽ പെട്ട കുറച്ച് പേരാണ് ഷഡ്പദങ്ങൾ, പക്ഷികൾ. ഇതുപോലെയുള്ള ജന്തുക്കളും കാറ്റ്, ജലം എന്നിവയും പരാഗണത്തെ സഹായിക്കും. അപ്പോൾ ആരൊക്കെയാണ് പരാഗണത്തെ സഹായിക്കുന്നത്? ഷഡ്പദം, പക്ഷി തുടങ്ങിയ ജന്തുക്കൾ, കാറ്റ്, ജലം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഈ കാറ്റിൽ പതിക്കുന്ന ചെടികളില്ലേ, അത് മെയിൻലി ഈ പുല്ല് വർഗ്ഗത്തിലൊക്കെ പെട്ടതാണ്. ഈ പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട അവരുടെ പൂമ്പൊടിയും പിന്നെ നമ്മളുടെ നോർമൽ ഈ ഷഡ്പദങ്ങളും തേനീച്ചകളൊക്കെ കൊണ്ടുപോകുന്ന ആ പൂമ്പൊടിക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ സ്ട്രക്ചറിൽ. കാറ്റിൽ പറക്കുന്നതാകുമ്പോൾ അത് അങ്ങനെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പൊന്നും ആവില്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, തീരെ കനമില്ലാത്തതാവും, കാറ്റിലിങ്ങനെ ആടിപ്പോവാൻ വേണ്ടിയിട്ട്. അതേപോലെ ജലം മാർഗം പരാഗണം നടത്തുന്ന ചെടികളുണ്ട്, സോസ്റ്ററ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ചെടികൾ. അവരൊക്കെ ആകുമ്പോൾ അവരുടെ പൂമ്പൊടിക്കും ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല, അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പരാഗണം. അപ്പോൾ പരാഗണം ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ, പരാഗണം എന്താണ്? കേസരത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കൾ സ്ത്രീ ലൈംഗികാവയവമായ ജനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പരാഗണം എന്ന് പറയുന്നു. സെറ്റല്ലേ? എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ പരാഗണം നടന്നു. പരാഗരേണു പരാഗണ സ്ഥലത്തെത്തി. ഇനി എന്ത് സംഭവിക്കും? അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ സ്കൂളുകളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ചെയ്തു തരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പൂവിൽ നിന്ന് പരാഗികൾ ശേഖരിക്കുക, മെച്യൂർഡ് ആയിട്ടുള്ള പരാഗികൾ ശേഖരിക്കണം. അതായത് പല ടൈപ്പ് ഓഫ് പൂമ്പൊടി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ പൂവ് നന്നായിട്ട് വിടർന്നൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഒക്കെ പാകമാവാത്ത പൂവുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ പൂമ്പൊടി അങ്ങനെ കറക്റ്റൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ചെമ്പരത്തീൻ്റെ പൂവ് തന്നെ ഇങ്ങനെ ആ മൊട്ടിലൊക്കെ ഒന്ന് പോയി നോക്കൂ, നമുക്ക് ആ പൂമ്പൊടിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പാകമായിട്ടുള്ള പരാഗി എടുത്തിട്ട് നമ്മൾ സ്ലൈഡിൽ വെക്കണം. സ്ലൈഡിൽ എന്നിട്ട് കുറച്ച് 1-2 തുള്ളി പഞ്ചസാര ലായനി ഒഴിക്കണം. പഞ്ചസാര ലായനി, ആ ഒരു പഞ്ചസാര ലായനിയിൽ എന്താ ഉള്ളത്? സൂക്രോസ് ഒക്കെ ഉണ്ടാവും. ഈ സൂക്രോസിൻ്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക? ഈ ഒരു പൊള്ളൻ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, 3-4 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ സ്ലൈഡിനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പരാഗണ സ്ഥലത്ത് പതിച്ച പരാഗരേണുക്കളിൽ നിന്നിട്ട് പരാഗനാളം അണ്ഡാശയത്തെ ലക്ഷ്യമാക്കി വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അണ്ഡാശയത്തിലെത്തിയിട്ടാണ് അവിടെ ബീജസംയോഗം നടക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പരാഗരേണു. ഈ ഒരു പരാഗരേണുവിൻ്റെ പിക്ചർ എൻ്റെ മക്കളും നോക്കുക. നമ്മുടെ കൊറോണ വൈറസ് അല്ലെങ്കിൽ നമ്മളുടെ റംബുട്ടാൻ എന്നുള്ളൊരു പഴമല്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ആ പഴത്തിൻ്റെ ഒക്കെ ഇവിടേക്കോ മുള്ളുകളൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ട്രക്ചറാട്ടോ പരാഗരേണുവിൻ്റെ. ഈ പരാഗരേണു പരാഗണം നടത്താൻ സഹായിക്കുന്ന ജീവികളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ അനുയോജ്യമായ ഘടനയോട് കൂടിയതാണ്. ഇപ്പോൾ ബീസ്, തേനീച്ച, ഷഡ്പദം പോലെയുള്ള ജീവികളുടെയൊക്കെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ പറ്റിയിട്ട് ഉള്ളൊരു സ്ട്രക്ചറാണ് ഈ പരാഗരേണുവിനുള്ളത്. അപ്പോൾ നമ്മുടെ പരാഗണ സ്ഥലത്താണ് ഇപ്പോൾ പരാഗരേണു നിൽക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ് ബീജങ്ങൾ ഉണ്ടാവുന്നത്. പുംബീജം ഉണ്ടാവണ്ടേ? ആ പുംബീജം ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് മക്കളെ? ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ്. പിന്നെ ഉള്ളത് ട്യൂബ് ന്യൂക്ലിയസ് ഒന്നുമില്ല, അത് ഈ പരാഗനാളത്തിൻ്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്നു. പരാഗനാളത്തിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഇത് നശിക്കുന്നു. ട്യൂബ് ന്യൂക്ലിയസ് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ന്യൂക്ലിയസാണ്. അതായത്
ഈ പരാഗ രേണുവിലുള്ള പുംബീജത്തെ അണ്ഡാശയത്തിൽ കൊണ്ടു കൊടുക്കണമല്ലോ. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ ട്യൂബ് ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു പരാഗനാളം, ആ നാളം ഉണ്ടാവാൻ സഹായിക്കുന്നത്, അതിന് വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾ മുന്നേ പോകുന്നു, അങ്ങനെ കൂട്ടിയാൽ മതി. അതാണ് ട്യൂബ് ന്യൂക്ലിയസ്. പരാഗനാളത്തിൻ്റെ രൂപീകരണത്തെയും വളർച്ചയെയും നിയന്ത്രിച്ചിട്ട് പരാഗനാളം വളർച്ച പൂർത്തിയായാൽ എന്ത് ചെയ്യും? അത് നശിച്ചു പോവുകയും ചെയ്യും. പിന്നെയുള്ളതാണ് പരാഗനാളം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആൾ. പരാഗനാളം എന്താണ്? ന്യൂക്ലിയസുകളെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അതായത് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഇല്ലേ, ജനറേറ്റീവ് ന്യൂക്ലിയസിനെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് പരാഗനാളം. പിന്നെ പുംബീജം. പുംബീജം എന്താണ്? ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ നോട്ട് ചെയ്യേണ്ട അടുത്ത പോയിൻ്റാണ്, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 പുംബീജങ്ങളുണ്ടാവും. ഒന്നല്ല 2 പുംബീജങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് അണ്ഡാശയത്തിൻ്റെ സ്ട്രക്ചറാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്, അതിൽ അണ്ടമുണ്ട്, പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ പറയും എംബ്രിയോസാക്ക്. ഓവ്യൂളിലെ എംബ്രിയോസാക്കിൽ 8 കോശങ്ങളുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. 7 കോശങ്ങൾ, 7 കോശങ്ങളും 8 ന്യൂക്ലിയസും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. എൻ്റെ മകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ +2 നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോഴും ഇത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെച്ചോ. സയൻസൊക്കെ എടുത്ത് ആ മേഖലയിലോട്ട് പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയിക്കോ, നിങ്ങൾക്ക് അവിടെ ആവശ്യം വരും. ഓക്കെ, ഇതൊക്കെ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ പിക്ചറാട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പൊള്ളൻ ഗ്രെയിൻസ് കാണുന്നത് ഇങ്ങനെയാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ല, ഇത് +2 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ബട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മിസ്സ് പറഞ്ഞതാണ്. ഇതൊക്കെ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറാണ്. പിന്നെ ഇങ്ങനെയാണ് പൊള്ളൻ ഗ്രെയിൻസിന്ന് പൊള്ളന് ആ ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് ഇല്ലേ, ജനറേറ്റീവ് സെല്ലും ന്യൂക്ലിയസും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരാഗനാളിയുടെ ധർമ്മം എന്താ മക്കളെ? പരാഗനാളം എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ അണ്ഡാശയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നവരാണ് പരാഗനാളം. ഓക്കെ, ഇനിയിപ്പോൾ എത്തിയാൽ എന്താ സംഭവിക്കുക? അതാണ് ബീജസംയോഗം. പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന് അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാവുന്നു. ഇതാണ് ബീജസംയോഗം. അപ്പോൾ നമ്മളുടെ മെയിൻ ഇവൻറ്റ് ബീജസംയോഗം എന്താണ്? പരാഗനാളത്തിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിൽ ഒന്ന്, ജനറേറ്റീവ് ന്യൂക്ലിയസിന് 2 പുംബീജം ഉണ്ടാവും. അതിൽ ഒരാൾ അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാവും. ഇതാണ് ബീജസംയോഗം. ഈ സിക്താണ്ഡാണ് പിന്നീട് വളർന്ന് ഭ്രൂണമായി മാറുന്നത്. ഈ ഭ്രൂണാണല്ലോ നമ്മളുടെ വിത്തിലുള്ള ഒരു ആൾ. അതായത് ഈ ഭ്രൂണമാണ് പിന്നെ വളർന്ന് പുതിയ ചെടിയായിട്ട് മാറുക. വിത്ത് മൊത്തത്തിൽ ഭ്രൂണം എന്നല്ല, വിത്തിനുള്ളിലുള്ള ഒരാളാണ് ഭ്രൂണം. ഓക്കെ, അപ്പോൾ ഈ ഭ്രൂണമാണ് പുതിയ ഇലയും കാണ്ടമൊക്കെ ആയിട്ട് പുതിയ സസ്യമായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ സിക്താണ്ഡം വളർന്ന ഭ്രൂണമാവും. ഈ ഭ്രൂണം വളർന്ന് തൈച്ചെടിയായിട്ട് മാറും. ഇനി രണ്ടാമത്തെ പുംബീജങ്ങളിൽ ഒരാളല്ലേ ഇപ്പോൾ ബീജസംയോഗം നടന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ആളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുകളുമായി ചേർന്ന് എൻഡോസ്പേമായിട്ട് മാറും. പോളാർ ന്യൂക്ലിയസിനെ നമ്മളിവിടെ കണ്ടു. ഇവരാണ് പോളാർ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് ഈ ഒരു 2 കുഞ്ഞില്ലേ, ഇവരാണ് പോളാർ ന്യൂക്ലിയസ്. ഈ പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്? എൻഡോസ്പേം. ഈ എൻഡോസ്പേമിൻ്റെ ജോലി എന്താ? എൻഡോസ്പേമിൻ്റെ ധർമ്മം ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്നത് ഈ എൻഡോസ്പേമാണ്. എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ്? ബീജസംയോഗം എന്ന് പറയുന്നത് പുംബീജങ്ങളിൽ ഒരു പുംബീജം അണ്ഡവുമായിട്ട് കൂടിച്ചേർന്നിട്ട് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായിട്ട് കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് കോൾഡ് ബീജസങ്കലനം. ഇനി രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുമായിട്ട് കൂടിച്ചേർന്നിട്ട് എൻഡോസ്പേം ആവും. ഈ എൻഡോസ്പേമിൻ്റെ ജോലി എന്താ? ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിലൊക്കെ നമ്മളെ കുഞ്ഞിന് അമ്മയുടെ വയറ്റിലല്ലേ കുഞ്ഞ് വളരുന്നത്. അപ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആഹാരമൊക്കെ എവിടെ നിന്ന് കിട്ടും? പൊക്കിൾക്കൊടി വഴി അമ്മ കൊടുക്കും. പക്ഷേ ഈ പ്ലാന്റ്സിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? ഇല്ല. അപ്പോൾ അത് വളർന്ന സസ്യമൊക്കെ ആയി പ്രകാശ സംശ്ലേഷണമൊക്കെ നടത്തി തുടങ്ങിയാലല്ലേ അതിനാവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കിട്ടുള്ളൂ. അതുവരെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം വേണ്ടേ?
അതാണ് ഈ എൻഡോസ്പം. പിന്നെ എൻഡോസ്പം നിങ്ങളെല്ലാവർക്കും അറിയാം, പേര് ചിലപ്പോൾ അറിയില്ല എന്നേ ഉണ്ടാവുള്ളൂ. എൻഡോസ്പമിനെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. തേങ്ങ കണ്ടിട്ടില്ലേ? നാളികേരം, തേങ്ങ, കോക്കനട്ട്. ആ കോക്കനട്ടിൻ്റെ ഉള്ളിൽ വെള്ള കാമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന വെള്ള കാമ്പും തേങ്ങ വെള്ളവും ഇല്ലേ, ഇതാണ് എൻഡോസ്പം. അപ്പോൾ ഈ തേങ്ങ വളർന്ന് തെങ്ങാവുന്ന സാഹചര്യത്തിൽ ആ തെങ്ങ് ആയി കുറച്ചാവുന്നത് വരെ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഇത് സ്റ്റോർ ചെയ്യുന്നതൊക്കെ ആരാണ്? ആ വെള്ളത്തിലും ആ കാമ്പിലുമാണ്. ഓക്കെ, കരിക്കാവുന്ന സമയത്ത്, ഇളം തേങ്ങയാവുന്ന സമയത്ത് കുറേ വെള്ളമല്ലേ ഉണ്ടാവുക. അപ്പോൾ കാമ്പ് വളരെ ലൈറ്റായിട്ട് കാമ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കരിക്കലൊന്നും അങ്ങനെ നമ്മൾ വെട്ടി നോക്കുന്ന സമയത്ത് കഴിക്കാനൊന്നും ഉണ്ടാവില്ല, കുടിക്കാൻ ഒരുപാടുണ്ടാവും. എന്നാൽ തേങ്ങ കുറച്ചിങ്ങനെ ഉണങ്ങി വരുന്ന സമയം ആവുമ്പോൾ എന്തുണ്ടാവും? അതിൽ വെള്ളം കുറഞ്ഞു വന്നിട്ട് കാമ്പ് അത്യാവശ്യം നല്ല കട്ടിക്ക് നിൽക്കും. ആ കാമ്പാണ് ഈ തെങ്ങിൻ്റെ ഭ്രൂണം വളർന്ന് വലുതാവുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. ഓക്കെ, വളർന്ന് ഒരു സ്റ്റേജ് എത്തുന്നത് വരെ കേട്ടോ. കാരണം ആ ഒരു വിത്ത് മുളച്ച് അതിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് വരെ അതിന് ആഹാരം കൊടുക്കണ്ടേ. ആ കൊടുക്കുന്നത് ഈ എൻഡോസ്പമാണ്. മനസ്സിലായോ? അപ്പോൾ ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, പരാഗനാളം എന്ത് ചെയ്യുന്നു, എൻഡോസ്പം എങ്ങനെ വരുന്നു, ഇതൊക്കെ നമ്മൾ നോക്കി. സെറ്റല്ലേ? എനി ഡൗട്ട്? അപ്പോൾ ഇനി നോക്കാനുള്ളത് നെല്ല്, ചോളം, തെങ്ങ് മുതലായ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലൂടെ എൻഡോസ്പം കലകൾ രൂപപ്പെടുന്നു. അപ്പോൾ എൻഡോസ്പം ന്യൂക്ലിയസ് അത് വിഭജിച്ച് എൻഡോസ്പം കലകളാകും. വിത്ത് മുളച്ച് തൈച്ചെടിയായി മാറുന്ന ഘട്ടത്തിൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള സമൃദ്ധാഹാരം എൻഡോസ്പം കലകളിലാണ് സംഭരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെ. ഏകബീജപത്ര സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എൻഡോസ്പമാണെന്നറിയാലോ. അതെ, ഇപ്പോൾ നമ്മൾ ചോളം, നമ്മുടെ പോപ്കോണിലെ കോൺ, ആ പോപ്പ് ചെയ്ത് പൊട്ടി വരുന്ന ആ കോണിലെ ആ കളറിലുള്ളതൊക്കെ എൻഡോസ്പമാണ്. അതാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളിൽ ബീജപത്രങ്ങളിലാണ് ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിക്കുന്നത്. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വർക്ക്ഷീറ്റാണ് തന്നിട്ടുള്ളത്. ആദ്യം പൂവിൽ 2 ലൈംഗികാവയവങ്ങളുണ്ടാവും. പുരുഷ ലൈംഗികാവയവവും സ്ത്രീ ലൈംഗികാവയവവും. പുരുഷ ലൈംഗികാവയവത്തിന് നമ്മൾ കേസരം എന്ന് പറയും, സ്ത്രീ ലൈംഗികാവയവത്തിന് ജനി. കേസരത്തിൽ തന്തുകമുണ്ട്, പരാഗിയുണ്ട്. പരാഗിയിൽ പരാഗരേണുണ്ട്, പരാഗരേണുവെന്ന് പുംബീജുണ്ടാവും. സ്ത്രീ ലൈംഗികാവയവമായിട്ടുള്ള ജനിയിൽ അണ്ഡാശയം, ജനിതണ്ട്, പരാഗണസ്ഥലം, ഈ 3 മെയിൻ പാർട്സ് ഉണ്ട്. അതിൽ അണ്ഡാശയത്തിലാണ് ഓവ്യൂള് കാണുന്നത്, ഓവ്യൂളിലാണ് അണ്ടമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുംബീജവും അണ്ടവും കൂടിച്ചേരുന്നതിന് നമ്മൾ ബീജസംയോഗം എന്ന് പറയും. ഈ ബീജസംയോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് സിക്താണ്ഡം. ഏകകോശമായിട്ടുള്ള സിക്താണ്ഡം ഉണ്ടാവും. സിക്താണ്ഡം വിഭജിച്ച് ഭ്രൂണമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ബീജസംയോഗം വഴി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. അങ്ങനെയെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനത്തിന് എന്ത് പറയും? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്, ബീജസങ്കലനം നടക്കാത്ത, ബീജസംയോഗം നടക്കാതെ ഉണ്ടാവുന്ന സസ്യങ്ങളെ പ്രത്യുൽപാദനത്തിന്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബീജസംയോഗം നടക്കാതെ ഉണ്ടാവുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം. ബീജസംയോഗം വഴി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. സെറ്റല്ലേ?